ഡോറ് തുറന്ന് ആദ്യം കാണുന്നു കസേരയിൽ ബന്ധിച്ചിരിക്കുന്ന നരേന്ദ്രനെയാണ്. ആ, എന്തൊക്കെയുണ്ട് നരേന്ദ്ര വിശേഷം? എല്ലാവരുടെയും ജാതം കുറിച്ച സമയത്ത് സ്വന്തം ജാതം കുറിക്കാൻ മറന്നുപോയി അല്ലേ? അയാളുടെ മുന്നിലായുള്ള കസേരയിൽ നിന്ന് ആദി ചോദിച്ചു. ആരാടാ നീ? എന്നെന്തിനവിടെ കെട്ടിയിട്ടേക്കുന്നത്? നിങ്ങൾക്ക് ഇവരറിയാമോ? ഫോൺ ഗാലറി തുറന്ന് പത്മിനിയുടെയും വൈഷ്ണവിയുടെയും പിക്ക് കാണിച്ച് ആദി ചോദിച്ചു. അവരെ കണ്ടതും അയാൾ ആദ്യം ഒന്ന് അമ്പരുന്നു. ഇല്ല. ഇല്ലേ? അവിടെ നിന്ന് 20 അവന്റെ കവളിലേക്ക് ആഞ്ഞടിച്ചു ആദി. പറയടോ. അറിയാം. എന്റെ ഭാര്യയുടെ പേരിൽ ഇല്ലാത്ത ജാതകദോഷം ഉണ്ടാക്കിയതിലുള്ള നിങ്ങളുടെ പങ്കെന്താ? ആ പത്മിനി വേണം പറഞ്ഞിട്ടാ പ്രതിഫലമായിട്ട് 5 ലക്ഷം തന്നു. പ്ലീസ് എന്നെ വെറുതെ വിട്. വെറുതെ വിടാനല്ലല്ലോ നിന്നെ പോലീസ് പിടിയിൽ നിന്ന് രക്ഷിച്ചിവിടെ കൊണ്ടുവന്ന്. ആദ്യം ഫോൺ വിളിച്ച ഒരാളെ വിളിച്ചത് ഒരാൾ അകത്തേക്ക് വന്നു. അയാളുടെ കയ്യിലുള്ള കുപ്പി മേശപ്പുറത്തേക്ക് വെച്ച്. ഇയാളുടെ കെട്ടഴിച്ച് ആ ബെഡിലേക്ക് എടുത്ത്. വന്നയാൾ നരേന്ദ്രന്റെ കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിച്ചു മാറ്റി. അയാളെ തള്ളി നീക്കി രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ച നരേന്ദ്രനെ ആദ്യം കയ്യിൽ നിന്ന് ദണ്ടുപയോഗിച്ച് വീഴ്ത്തി. നരേന്ദ്രൻ നിലത്തേക്ക് വീണത് അയാൾ വലിച്ചഴിച്ച് നരേന്ദ്രന്റെ ബെഡിലേക്ക് എടുത്തി കാലും കൈകളും ബന്ധിച്ചു. ദാ ഇതെന്താണെന്നറിയാമോ? കയ്യിലുള്ള ബോട്ടിൽ അയാളുടെ നേരെ കാണിച്ച് ആദ്യം ചോദിച്ചു. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്, നിന്റെ കാമപ്രാന്തിനുള്ള എൻ്റെ ശിക്ഷ. ആദ്യം അവിടെ നിൽക്കുന്ന ആളെ കൈ കാണിച്ച് അയാൾ ആദ്യയുടെ കയ്യിൽ ഗ്ലൗസ് ഇട്ട് കൊടുത്തു. നരേന്ദ്രന്റെ മുണ്ട് അഴിച്ചു മാറ്റി. ആദ്യം സൂക്ഷ്മമായി ബോട്ടിൽ തുറന്ന് കട്ടിൽ കിടന്ന് പിടയുന്ന അയാളുടെ ലിംഗത്തിലേക്ക് ആസിഡ് ഒഴിച്ചു. അയാളുടെ അലർച്ച ആ 4 ചുമരുകളിൽ നിറഞ്ഞു. ഇവിടെ കിടന്ന് നരകിക്കുന്ന ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന വിചാരം വേണ്ട. അതും പറഞ്ഞ് ആ ബോട്ടിലുള്ള ആസിഡ് അയാളുടെ ദേഹത്തേക്ക് ഒഴിച്ച് ആദ്യയോട് നിറങ്ങി. ആദ്യയോട് നേരെ പോയത് കൈലാസം വീട്ടിലേക്കാണ്. മോനെ. സ്റ്റെപ്പ് കയറാൻ നിന്ന ആദ്യം വൈഷ്ണവിയുടെ വിളി അവിടെ തന്നെ നിന്ന് തിരിഞ്ഞു നോക്കി. എന്താണെന്ന അർത്ഥത്തിൽ അവൻ നോക്കി. അമ്മയോട് ദേഷ്യമാണോ? അമ്മ. അവൻ പുച്ഛത്തോടെ ചിരിച്ചു. ആ വാക്ക് പറയാൻ നിങ്ങൾ അർഹയാണോ മിസ്സിസ് വൈഷ്ണവി കൃഷ്ണദത്ത്? മോനെ, അവർ തേങ്ങലോട് വിളിച്ചു. എൻ്റെ ഇഷ്ടം നന്നായിട്ട് നിങ്ങൾക്ക് അറിയായിരുന്നല്ലോ. എന്നിട്ട് എൻ്റെ ദേവയെ നിങ്ങൾ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. അവളെ വാക്കിൽ കൊണ്ട് നോവിച്ചു. ക്ഷമിക്കാനാവില്ല. ഇനി മോനെ എന്ന് വിളിച്ച് എൻ്റെ പുറകിൽ വരരുത്. അതും പറഞ്ഞ് പടികൾ കയറി പോകുന്ന അവനെ നോക്കി അവർ തടഞ്ഞു നിന്നു. പുറത്ത് കാർ വന്നിരുന്ന ശബ്ദം കേട്ടതും TV കണ്ടുകൊണ്ടിരിക്കുന്ന മോഹനെ പുറത്തേക്ക് ഇറങ്ങി. കാറിൽ നിന്നിറങ്ങി ആദ്യം കണ്ടത് അയാൾ പുഞ്ചിരിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി. ആദ്യം ഡ്രൈവറോട് രാവിലെ വരാൻ അറിയിച്ച് വീട്ടിലേക്ക് കയറി. ആ, മോഹനായിരുന്നോ? ആദ്യം ആളുടെ കൂടി വീട്ടിലേക്ക് കയറി. ദേവ എവിടെ വെച്ചാ? ഉറങ്ങി. ഇത്ര നേരത്തെ? ഗുളികയൊക്കെ കഴിച്ചല്ലേ, പെട്ടെന്ന് ഉറങ്ങി. ആ, ആഹാരം കഴിച്ചില്ല അവള്? കഴിക്കാൻ നല്ല മടിയായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ച് കഞ്ഞി കുടിപ്പിച്ച്. അച്ഛൻ കിടക്കാറായില്ലേ? ഉറക്കം കുറവാ മോനെ, അതുകൊണ്ട് TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. റൂമിലേക്ക് കയറി ആദ്യം കാണുന്നത് ബെഡിൽ ചെരിഞ്ഞിടന്നിറങ്ങുന്ന നന്ദയാണ്. അവൻ ഡോറ് ലോക്ക് ചെയ്തു. അവിടെ അടുക്കിലേക്ക് ചൂടുകൾ വെച്ച് ബെഡിലായിരുന്നു. അവിടെ നെറ്റിലായി തൊട്ട് നോക്കി. ടെമ്പറേച്ചർ കുറഞ്ഞിരുന്നു. എന്നെ ഓരോ ശീലങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ട് എൻ്റെ കുഞ്ഞിവിടെ ഇരുന്ന് ഉറങ്ങുവാല്ലേ? അതും പറഞ്ഞ് അവൻ കുഞ്ഞവളുടെ നെറ്റിൽ അമർത്തി ചുംബിച്ചു. ഒരു പുഞ്ചിരി അവളുടെ ചുണ്ടിൽ മുട്ടിട്ടു. അവൻ മുഖം താഴ്ത്തി അവളുടെ അത്തരത്തിൽ അമർത്തി ചുംബിച്ചു. ദേവേട്ട. അവളുടെ ചുണ്ടിൽ നിന്ന് ചുണ്ടുകൾ അടർത്തിയപ്പോൾ അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അവൻ പുഞ്ചിരിയോടെ ബെഡിലേക്ക് കിടന്നു ലൈറ്റ് ഓഫാക്കി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ച് കണ്ണുകൾ അടച്ചു. രാവിലെ ആദ്യം നേരത്തെ ഉറക്കെഴുന്നേറ്റു. തൻ്റെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന നന്ദിയുടെ തല പതിയെടുത്തവൻ പില്ലോയിലേക്ക് വെച്ച്. അവനൊരു പുഞ്ചിരിയാൽ ബെഡിൽ നിന്നെഴുന്നേറ്റ് അവിടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. എൻ്റെ കുഞ്ഞ് കുറച്ച് ദിവസം അവിടെ നിൽക്കുക. നിനക്ക് ഡിവോഴ്സ് വേണം അല്ലേ? തരാണ്ടി, ഡിവോഴ്സ് തരാം. അവളുടെ കുഞ്ഞുവായിലെ വലിയ വർത്തമാനം. കുറച്ച് ദിവസം നമ്മൾക്ക് ഈ ഒളിച്ചുകളിൽ തുടരാം. അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു. ശേഷം അവളുടെ ചുണ്ടിൽ നേർമയായി ചുംബിച്ച് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. ബെഡ്ഷീറ്റ് എടുത്ത് അവളെ പുതപ്പിക്കാൻ നേരമാണ് അവൻ്റെ കണ്ണുകൾ ഡ്രസ്സ് നീങ്ങിക്കിടക്കുന്ന അവളുടെ നഗ്നമായ വയറിൽ പതിഞ്ഞത്. എൻ്റെ ദേവാ, ഇങ്ങനെയാണെങ്കിൽ നീ എൻ്റെ കൺട്രോൾ കളയലോ പെണ്ണെ. അവൻ്റെ നോട്ടം അവളുടെ അല്പം ആഴമേറിയ പുപ്പിൽ ചുഴിയായി പതിഞ്ഞു. അവളെ നോക്കിയത് ഗാഠമായ ഉറക്കത്തിലാണെന്ന് മനസ്സിലായി. അവനൊരു കള്ളച്ചിരിയോടെ മെല്ലെ ബെഡിലേക്കിരുന്നു നാഭിച്ചൂരിൽ ചുണ്ടുകൾ അമർത്തി. അവളൊന്ന് കുറുകിക്കിടന്നു. ഏറെ നേരം അവൻ്റെ ചുണ്ടുകൾ അവിടെ വിശ്രമം കൊണ്ടു. ഇനി നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലായി. അവനൊന്നുകൂടി അമർത്തി ചുംബിച്ച് പിന്മാറി. ബെഡ്ഷീറ്റ് എടുത്ത് പുതപ്പിച്ച് അവളുടെ തലയിലും തലോടി പുറത്തേക്കിറങ്ങി. അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ടതും അവൻ അവിടേക്ക് പോയി.
മോഹനൻ കാപ്പിടുമായിരുന്നു. അച്ഛാ. ആ മോനെ എഴുന്നേറ്റോ? ഞാൻ ഇറങ്ങുവാണേ. പിന്നെ പറഞ്ഞാലും അച്ഛൻ്റെ മനസ്സിലുണ്ടല്ലോ, മോളോടൊന്നും പറയരുത്. ഏയ് ഇല്ലില്ല. പിന്നെ ഈ അഭിനയം കുറേ നാൾ നീട്ടിക്കൊണ്ടുപോകല്ലേ, എൻ്റെ കുഞ്ഞിൻ്റെ വിഷമം കാണാൻ എനിക്കാവില്ല. ഇല്ല അച്ഛാ. മോനെ കാപ്പി പിടിച്ചിട്ട് പോവാം. വേണ്ട അച്ഛാ, ഇനിയൊന്നും അവൾ ഉണരാൻ സാധ്യതയുണ്ട്. ബൈ. അച്ഛനോട് യാത്ര പറഞ്ഞവൻ ഇറങ്ങി. ഉണർന്നെഴുന്നേറ്റ് നന്ദക്കൊരു ഉണർവും തോന്നിയില്ല. ഓരോന്ന് ഓർക്കും തോറും അവിടെ മിഴികൾ നിറഞ്ഞു. ദേവേട്ടന് എന്നെ വേണ്ടല്ലേ, ഒന്ന് അന്വേഷിച്ച് വന്നില്ലല്ലോ, അത്രയേ ഉള്ളായിരുന്നു അല്ലേ സ്നേഹം. ഭഗവാനെ, അച്ഛനോട് ഞാൻ എന്തു പറയും? സത്യം പറഞ്ഞ അച്ഛന് താങ്ങാനാവും. എന്ത് ചെയ്യും ഞാൻ? കുറച്ച് ദിവസം ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാം. അത് കഴിഞ്ഞ് അവളുടെ മനസ്സ് കലുഷിതമായി. പിന്നെ മിഴികൾ അമർത്തി തുടച്ച് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് പോയി. ഫ്രഷായി ഇറങ്ങിയതും അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. മോഹനൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ദോശ ചുടുകയായിരുന്നു. അച്ഛാ, ഞാൻ ചെയ്യാം. അയാളുടെ കയ്യിൽ നിന്ന് ചട്ടകം പിടിച്ചു വാങ്ങി നന്ദ പറഞ്ഞു. പനി കുറഞ്ഞ മോളെ? മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അച്ഛൻ ചോദിച്ചത് അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. വിഷമമോ? ഇല്ലല്ലോ. അല്ല, മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നി. അച്ഛന് തോന്നിയതായിരിക്കും. കല്ലിൽ കിടന്ന് ദോശ തിരിച്ചിട്ട് അവൾ പറഞ്ഞു. എൻ്റെ തോന്നലൊന്നും തെറ്റാറില്ല. അതും പറഞ്ഞ് മോഹൻ പുറത്തേക്ക് പോയി. ഹലോ കുക്കീസ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ വീഡിയോ എന്താ പറയുന്നത്, കൊള്ളത്തില്ലെന്നറിയാം. കാരണം ഫോട്ടോസും അങ്ങനത്തെ ഒരു കണ്ടവർക്ക് മനസ്സിലായി കാണും ഫുൾ കുളമായി പോയെന്ന്. എന്നാലും ഞാൻ പോസ്റ്റ് ഇട്ടത് വേറൊന്നുമില്ല. കാരണം ഇനി ഞാൻ ആദ്യം തൊട്ട് എഡിറ്റ് ചെയ്യുവാണെങ്കിൽ പിന്നെ ഒരുപാട് ദിവസം പോകും. എനിക്ക് ആ പാടെ 2 മണിക്കൂറൊക്കെ എഡിറ്റ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ എനിക്ക് എല്ലാം ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടത്. അടുത്ത പാർട്ട് ബി ഞാൻ നന്നായിട്ടൊക്കെ എഡിറ്റ് ചെയ്തിടാം കേട്ടോ. പിന്നെ ഇത്ര ദിവസം വീട്ടിൽ കഴിഞ്ഞത് ഞാൻ സ്ഥലം വരെ പോയേക്കുമായിരുന്നു. അത് പിന്നീട് വന്നപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. എന്തോ പനിയൊക്കെ പിടിച്ച് സീനായി. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ഇത്രയും ലേറ്റായി വന്നതും ഒക്കെ ആയിപ്പോയത്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എന്നാൽ ശരി, നമുക്കിനി പാർട്ട് ബിയിൽ കാണാം.